മടവൂര് ശൈഖുനാന്റെ ഒരു സംഭവം പേരോടെന്നൊക്കെ എല്ലാ സ്ഥലത്തും പറഞ്ഞ് കളിയാക്കിയിരുന്നു. അതൊന്ന് കേൾപ്പിച്ചു കൊടുക്കുക. അങ്ങനെ കറാമത്ത് ഉണ്ടാക്കില്ല, അങ്ങനെ സംഭവം ഉണ്ടാക്കില്ല, ആരോട്ട് കൊന്നിട്ടില്ല, ആരോട്ട് കൊല്ലം ഉണ്ടാക്കില്ല. പക്ഷെ കറാമത്തായിട്ട് ഇങ്ങനെ വിളിച്ചു കയറിയാൽ എന്തിനിങ്ങനെ കളവ് പറയണം? കളവ് പറയലാണോ ഔലിയാക്കളോടുള്ള സ്നേഹം? ഔലിയാക്കൾ ഇഷ്ടപ്പെടൂല, അവരെ അതപകേടാണത്, വലിയ പൊരുത്തക്കേട് പറ്റും, ഒരിക്കലും പറയാൻ പാടില്ല. അതുപോലെ ഔലിയാക്കളെ നിന്ദിക്കുന്ന വർത്താനം പറയാൻ പാടില്ല. ഔലിയാക്കളെ നിന്ദിക്കുന്ന വർത്താനമാണ് അവർ എന്താണ് ഒരു പീടിയെ കയറി ചായ കുടിച്ചിട്ട് പൈസ കൊടുക്കാണ്ട് ഇറങ്ങിപ്പോയപ്പോൾ പിന്നെ പീടിയ അങ്ങ് കത്തിപ്പോയി. ഔലിയാക്കൾ ഇങ്ങനെ എന്ത് ചെയ്യുക, ഓരോരുത്തരുടെ ചായ കുടിക്കുക, പൈസ ഒന്നും കൊടുക്കാണ്ട്, എന്നിട്ട് ഓലങ്ങ് ഇറങ്ങിപ്പോകുമ്പോൾ പൈസയ്ക്ക് വെച്ചാൽ ഓല പീടിയ അങ്ങ് കത്തിച്ച് കളിയുക. ഇങ്ങനത്തെ മോശക്കാരാണ് ഔലിയാക്കൾ എന്നാണ് ജനങ്ങളോട് പറയേണ്ടത്. അപ്പോൾ വിവരമില്ലാതെ മതം പറയാൻ പോരുത്, വിവരമില്ലാത്തവൻ മതം പറയരുത്. അമ്മ സമത്തന മിണ്ടാതിരുന്നാൽ രക്ഷപ്പെട്ടു. അതാണ് നല്ല മിണ്ടാതിരുന്നാൽ രക്ഷപ്പെടും. ഇല്ലാതെ ഈയാതിയായിട്ട് വന്നാൽ സമസ്തന്നെ പൊളിച്ചു പോകേണ്ടി വരും നിങ്ങൾ. ഞാൻ അതാണ് ഇവിടെ അത് കേൾപ്പിക്കാൻ കാരണം. ഹോട്ടലിൽ നിന്ന് ഷെയ്ഖുനാൻ്റെതായ അവസ്ഥയിൽ പോയപ്പോൾ കത്തിപ്പോയ സംഭവം പറയുന്നതിനാണ് അയാൾ ചൂടായത്. മഹാനായ ഖുതുബു സയ്യിദ് മുഹമ്മദ് ജമലുല്ലൈലി തങ്ങളെ ഒരു മൗലിദ് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എഴുതിയിട്ടുണ്ട്. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ പറഞ്ഞാൽ ആരാ? സമസ്തന്റെ ആദ്യകാല നേതാവല്ലേ, സെക്രട്ടറി അല്ലേ. വിവരമുള്ളവരെന്നാ പറഞ്ഞു, വിവരമില്ലാത്തവർ ഇതൊക്കെ പറയുന്നതാണ്. അതിൽ കാണാം ജമലുല്ലൈലി തങ്ങളെ ആ മൗലിദ് ഇങ്ങനെ കടലുണ്ടിയിലാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഓരോരു ബർക്കത്തും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിലിങ്ങനെ കാണാം വമിൻഹ, 100 ആമിലുകളിൽപ്പെട്ടതാണെന്നല്ല, വമിൻഹ എന്ന് പറഞ്ഞാൽ ജമലുല്ലൈലി തങ്ങളുടെ കറാമത്തിൽപ്പെട്ടതാണ്. അന്നഹു അതാ യൗമൻ സൂഖ പരപ്പനങ്ങാടി വ അഖദ മാ ശാഅ മിൻ അസ്ബാബി ഖൂതിഹി മിനദ്ദകാകീൻ. അതായത് ഇതൊക്കെ പഠിക്കേണ്ടിട്ടുണ്ട് നമ്മൾ. ഔലിയാക്കന്മാരെ ശൈലി എന്ന് പറഞ്ഞാൽ മറ്റുള്ള ആളുകളുടെ ശൈലിയേ അല്ല. മുഹമ്മദ് ജമലുല്ലൈലി തങ്ങൾ അങ്ങാടിയിൽ പോയാൽ ഓരോ കടയിലേക്ക് കയറി ആവശ്യമുള്ളെടുത്ത് പോലാ. അതിന് പ്രത്യേകം പൈസ കൊടുക്കണ പണിയൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ ആ എടുത്തത് അവർ പോയി കഴിഞ്ഞാൽ അതിനുള്ള ബറക്കത്തും എല്ലാം ഓൽക്ക് കിട്ടും. ഇത് ഓലതും കൂടിയാണല്ലോ, ഓലെടുത്ത് പോകും. അങ്ങനെ പറയാ. വലം യുൻകിർ അലൈഹി അഹദുൻ, ആരും അത് എതിർക്കലുമില്ല, എല്ലാവർക്കും ഇഷ്ടമാണ്. മഹാൻ വന്ന് കടയിൽ നിന്ന് സാധനം എടുത്തോണ്ടോ. അങ്ങനെ നിർത്തിക്കുമ്പോൾ ഇല്ല താജിറുൻ അളീമുൻ, വലിയൊരു കച്ചവടക്കാരുണ്ട്. വലിയ കച്ചവടമാകുമ്പോൾ പിന്നെ കുറച്ച് കിബറ് കൂടുമല്ലോ. അപ്പൊ മനഅഹു വ ശതമഹു ബിമാ യുഹീൻ, ഒരു സാധനം എടുത്ത് പോകാൻ നേരത്ത് അവരെ ചീത്ത പറഞ്ഞു, അവരെ തടഞ്ഞു. എടുക്കാൻ പാടില്ല, പൈസ തരാതെ സാധനം എടുക്കരുത്. ഫളഹിക, അവരൊന്ന് ചിരിച്ചു. വതബഅദ അൻഹു ഖലീല, കുറച്ച് അങ്ങോട്ട് പോയി മഹാനവറുകൾ. ഫഹ്തറക ദുഖാനുൽ ഫാജിർ, ഫഹ്തറക കരിഞ്ഞുപോയി, ദുഖാനുൽ ഫാജിർ. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ഇബാറത്ത ഫാജിർ, മൂപ്പർക്ക് പൈസ ഇല്ലാതെ കൊടുക്കാത്തതിന്റെ പേരില ഫാജിറായത്. ഫാജിറായ തമ്മാടിയായി ചങ്ങാതിയുടെ പീടിക കത്തിപ്പോയി. ഒമാ ഫീഹി, അതിലുള്ളൊക്കെ കത്തിപ്പോയി. വ ഖസിറ ഖുസ്റാനൻ, വലിയ പരാജയം അയാൾക്ക് വന്നു. വലം യഹ്തരിഖ് മാ ഹൗലഹു മിനദ്ദകാകീൻ, അവരെ ചീത്ത പറഞ്ഞ, അവരെ എതിർത്ത് ആ ചങ്ങായിന്റെ കട മാത്രം കത്തി, അതിന്റെ പരിസരത്തുള്ള ഒരു കടയും കത്തിയില്ല. ഇനി ജമലുല്ലൈലി കുടുംബം പിന്നെ ഈ വിഷയം മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എഴുതിയ മൗലിദിനെ അവർ മലയാളത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതിലേക്ക് കാണാം പീടികയിൽ തീ, ഒരു ഹെഡിങ്ങ. ഞാൻ മലയാളം കൂടി പറയണത് ഇനി അറബി മാത്രമായിട്ട് പ്രശ്നമാക്കണ്ടെന്ന് വിചാരിക്കാൻ. വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങളെ സയ്യിദ് മുഹമ്മദ് ജമലുല്ലൈലി ശേഖരിച്ചിരുന്നത് പരപ്പനങ്ങാടിയിലെ കടകളിൽ നിന്നുമായിരുന്നു. അവർക്ക് ആവശ്യമായ സാധനങ്ങളെ അവർ കടകളിൽ നിന്ന് എടുക്കും. ചരക്കുകൾക്ക് പകരമായി പണമൊന്നും കൊടുത്തിരുന്നില്ല, അത് കൊടുക്കേണ്ട ആവശ്യമില്ല ഓൽക്കേ. അപ്പോൾ മഹാൻ സാധനങ്ങളെ എടുക്കുന്നതിൽ കച്ചവടക്കാർ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നുമില്ല, കൂടാതെ അവർ തൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പ്രമുഖനായ ഒരു കച്ചവടക്കാരന് മാത്രം തങ്ങളുടെ ഈ പ്രവൃത്തി ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതായത് മുസ്ലിം ജമാഅത്തിൽ കുടുങ്ങിയിട്ടുണ്ടാവും. അയാൾ മഹാനെ അപകീർത്തിപ്പെടുത്തുന്നതിനായി അവസരം കാത്തിരുന്നു. പതിവ് പോലെ ആ ദിനത്തിലും മഹാൻ അയാളുടെ ഒരു ദിവസമല്ലാതെ എന്നിങ്ങനെ തന്നെയാണ് അയാളുടെ കടയിൽ നിന്നും സാധനങ്ങൾ എടുക്കുവാനെത്തി. തത്സമം അയാൾ തങ്ങളെ ഉദ്യമത്തിൽ നിന്നും തടയുകയും അസഭ്യം പറയുകയും ചെയ്തു. കൂടാതെ ജനമധ്യ അപകീർത്തിപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ മഹാൻ നിശ്ശേഷം ശോഭിച്ചില്ല. തികഞ്ഞ ശാന്തതയോടുകൂടി
ജമലുല്ലൈലി തങ്ങൾ കടയിൽ നിന്നിറങ്ങി. മറ്റൊരത്ഭുതത്തെയായിരുന്നു സമീപ കടക്കാർ പിന്നെ അവിടെ വെച്ച് കണ്ടത്. ജമലുല്ലൈലി കടയിൽ നിന്നും പുറത്തിറങ്ങി അല്പം ദൂരത്തെത്തുമ്പോഴേക്കും കച്ചവടക്കാരന്റെ കടയിൽ തീ പ്രത്യക്ഷപ്പെട്ടു. പെട്ടെന്ന് തന്നെ തീ ആ കടയെ കവർന്നെടുത്തു. അല്പസമയത്തിനകം ആ കട ഒരു കൂട്ടം ചാരമായി തീർന്നിരുന്നു, വെണ്ണീരായി തീർന്നു. ആരെ കറാമത്ത്? ഖുതുബുസ്സമാൻ ജമലുല്ലൈലി റളിയല്ലാഹു അൻഹു. അതാ ഞങ്ങൾ എപ്പോഴും സത്യം പറഞ്ഞാൽ AP ടീമിന് സിയാറത്ത് ചെയ്യാൻ പറ്റിയ മക്കാമ് ലോകത്തില്ലല്ലോ. ഇപ്പൊ ഇങ്ങനെ ഇവിടെ കടലുണ്ടിക്ക് പോകാൻ പറ്റുമോ? കാരണം എന്താ, ഒരു സാധനം എടുത്ത് കൊണ്ടുപോകണി പൈസ കൊടുക്കല്ലേ എന്നാണ്. എന്താക്കിഞ്ഞിപ്പോ നിങ്ങള് ഇനി ഓരോ കുടുംബത്തിൽപ്പെട്ട വേറൊരു ജമലുല്ലൈലി തങ്ങളുണ്ട്, എല്ലാം കൂടി വായിച്ചാൽ പിന്നെ തങ്ങൾ ഉണ്ടാവൂല. അതിൽ കാണാ ഇബിലീസിന് പണി കൊടുത്ത ചരിത്രം കാണാം. അതിലായി പറയുന്നുണ്ട്, ഇബിലീസ് വന്നിട്ട് മൂപ്പരെ പറ്റിക്കാൻ നോക്കി. അങ്ങനെ വല്ലാതെ ഇങ്ങനെ പറ്റിക്കാൻ നോക്കിയപ്പോൾ അന്നഹു ലമ്മാ തഅറദ ലഹു ബില്ലദൽ ഖന്നാസ് അംസകഹു വജഅലഹു ഫീ ഖിദ്മതിഹി. ഇബ്ലീസിനെ പിടിച്ചു വെച്ചാണ് നിൽക്കവിടെ, ഇനി വന്നാൽ എനിക്ക് പണി തരും, അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം കുറച്ച് ദിവസം എൻ്റെ ഖിദ്മത്തിൽ ഇവിടെ നിന്നോ. അങ്ങനെ ഖിദ്മത്തിൽ നിർത്തി അവൻ്റെ പണി കൊടുത്തു. വജഅലഹു സാഖിയ റൗദതിഹി, പൂന്തോട്ടമൊക്കെ നനക്കാനുള്ള ഡ്യൂട്ടി ഇബ്ലീസിന് കൊടുത്തു എന്നാണ്. ഉപരി തോട്ടങ്ങളൊക്കെ നോക്കി അതിന് വെള്ളം കൊടുക്കുന്ന പണിയിലായിരുന്നു അത്ര ഒരുപാട് കാലം ഇബ്ലീസ്. എത്ര കാലം അറിയില്ല. ഈ ചങ്ങായി പേരോടൊക്കെ ഉള്ള ആ കാലത്തുണ്ടെങ്കിൽ എന്തായാലും ഓന് വേറെ ജോലി കൊടുക്കും, ഒരു തർക്കമില്ല. അപ്പോ മശായിഖന്മാരും ഔലിയാക്കന്മാരും ചരിത്രം നമ്മൾ നോക്കിയാൽ ഇവര് എവിടെ പോയിട്ടാ സിയാറത്ത് ചെയ്യാൻ? അജ്മീറൊന്നും പിന്നെ ഏതായാലും പോകാൻ പറ്റില്ല. കാരണം അവിടുത്തെ ആദ്യത്തെ നിബന്ധന തന്നെ എന്താ? കവാലിയാണ്. അതാ മ്യൂസിക് വെച്ച് ഹാർമോണിയം വെച്ച് പാടണം എന്നുള്ളതാണ്. കഴിഞ്ഞ് ഒറ്റയേപ്പിക്കാനും പോകാൻ പാടില്ല. പിന്നെ ഏടെ പോയിട്ട് ഞങ്ങളിപ്പോൾ ഇത് ശരിയാകുക? മമ്പർത്തും തീരെ പറ്റില്ല. കാരണം എന്താ? അതിൻ്റെ മൗലിദിൽ പാങ്ങിൽ എഴുതി വെച്ചത് സ്വർണ്ണമൂതനം ധരിച്ചിരുന്നു എന്നാണ്. നിങ്ങൾ എങ്ങോട്ട് പോകാനാ? നിങ്ങളെ കാര്യം നിങ്ങൾക്ക് പറ്റിയൊരു മക്കാമുള്ള ഏടെന്ന് പറയാം. നിങ്ങൾ കിഴമൗലവിൻ്റെ ഖബറുണ്ട് അവിടെ, തിരുവങ്ങൾ അവിടെ പോയിക്കോളൂ. വേറെ ഏടെ നിങ്ങൾക്ക് പോകാൻ പറ്റിയ ഖബർ ഷരീഫ് മടവൂര് പിന്നെ തീരെ പോകാൻ പറ്റില്ല. കാരണം നിങ്ങളെ അവസ്ഥ അനുസരിച്ച് എന്തായാലും ശരി, നിങ്ങളെ ശരീഅത്തായി പറയണ്. അവര് ശരീഅത്തിനെതിരെ ചെയ്യുന്നവരല്ല, അവര് 100% ശരീഅത്ത് അംഗീകരിക്കുന്നവരാണ്. പക്ഷെ അതിപ്പോ അതിനു മുമ്പ് ഖുർആൻ തന്നെ തിരുത്തേണ്ടി വരും. അപ്പൊ ഖുർആനിൽ തന്നെ കണ്ടുകൂടെ നിങ്ങൾക്ക് ഖിദർ അലൈഹിസ്സലാം ഒരു കുട്ടിനെ കൊന്നു എന്നാണ്. അപ്പൊ ഇങ്ങനെ അൽക്കഫോദങ്ങൾ കുട്ടിനെ കൊല്ലാൻ പാടോ? എന്താ ഇപ്പൊ നിങ്ങളെ ശരീഅത്തനുസരിച്ച്? ആ നാട്ടുകാരോട് പ്രശ്നമായതും അതാണ്. നാട്ടുകാരോട് പ്രശ്നമായത് വെള്ളവും ഭക്ഷണവും ഇല്ലാതെ ചെന്നപ്പോൾ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി അവരോട് ആവശ്യപ്പെട്ടു. ആര്? മൂസാ നബി ഖിദർ അലൈഹിസ്സലാം. പൈസ കൊടുത്തിട്ടല്ല, പൈസ കൊടുത്തോളണം എന്നാ ശരീഅത്തിന്റെ നിയമം. എന്ത്? ഭക്ഷണം കൊടുത്തോളണം. അനവരല്ലേ ചോദിക്കണത്. കൊടുക്കാത്തപ്പോഴാണ് മതിൽ നന്നാക്കി കൊടുത്തത്. അപ്പോഴാ മൂസാ നബി ചോദിച്ചത് എന്തിനാ നന്നാക്കി കൊടുത്തത്? അപ്പൊ ഖിദർ അലൈഹിസ്സലാം പറഞ്ഞു അതിനെ ഒപ്പിച്ച. നന്നാക്കി കൊടുത്തത് എന്തിനാ? ഇവർക്കിത് കിട്ടരുത് എന്ന് കരുതിയിട്ടാണ്. ഇവർ ചെയ്തത് ശരിയല്ല. വെള്ളം നമ്മൾ ചോദിക്കുമ്പോൾ ഒരു തരേണ്ടിയിരുന്നു. അതുപോലെ മടവൂര് ശൈഖുന, അവരല്ലേ ലോകത്തിന്റെ അധികാരി. അപ്പൊ അവര് ചോദിച്ചാൽ കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ പിന്നെ അതിനനുസരിച്ച് ശിക്ഷണ്ടാവും. അത് അറിഞ്ഞോ അറിയാതെ നോട്ടല്ല. അതല്ലേ ഇപ്പൊ അതിന്റെ നിയമം. അതല്ലേ ഇപ്പൊ ഈ ഇത് ജമലുല്ലൈലി തങ്ങളെ സംഭവത്തിൽ കണ്ടത്. അത് ഞാൻ ഇവിടെ ആയതുകൊണ്ടൊന്ന് ഓർമ്മപ്പെടുത്തിയതാണ്.